ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് തിരുവനന്തപുരം CJM കോടതിയെ CBI അറിയിച്ചു. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്ത് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, നേരത്തെ ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയാൻ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ CBI നിലപാട് മാറ്റിയിരിക്കുന്നത്. എന്താണ് സാഹചര്യങ്ങൾ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതാണ്, അതിൽ സംശയങ്ങളില്ല എന്ന് CBI നേരത്തെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പറയുന്നു പിതാവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാം. എന്താണ് ഇങ്ങനെ നിലപാട് മാറ്റി പറയാൻ ഇടയാക്കിയ സാഹചര്യം? പ്രജിൻ, ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് CBI ഏതാണ്ട് കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് കോടതിയെ സമീപിക്കുന്നത് ജസ്നയുടെ പിതാവ് ഒരു ഹർജിയുമായി. ആ ഹർജിയിൽ CBIക്കെതിരെ ചില വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് CBI അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല നടന്നത്, CBI പല കാര്യങ്ങളിലും അന്വേഷണം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഹർജിയിൽ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചില്ല. മാത്രവുമല്ല, ജസ്ന സ്ഥിരമായി പോകാറുള്ള ഒരു ആരാധനാലയ കേന്ദ്രമുണ്ടായിരുന്നു, അവിടെ അടക്കമുള്ള ആ പരിസരത്തടക്കം അന്വേഷണം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ജസ്നയുടെ പിതാവ് കോടതിയിൽ ഹർജിയായി പറഞ്ഞത്. എന്നാൽ അതിന് കഴിഞ്ഞ തവണയും ഹർജി പരിഗണിച്ചപ്പോൾ CBI നൽകിയ മറുപടി, ഈ വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തില്ലെന്നുള്ള ഹർജിക്കാരന്റെ വാദം തെറ്റാണ്. മാത്രവുമല്ല, രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, രേഖകളും തെളിവുകളും കോടതിയിൽ സീൽഡ് കവറിൽ നൽകണം. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. പ്രജിൻ, ശരി, സുപ്രധാനമായ വാർത്തയാണ്. ജസ്ന തിരോധാന കേസിലെ വിവരങ്ങൾ അല്ലെങ്കിൽ പിതാവ് പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് CBI ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.